Hallelujah. എൻ്റെ ഇന്നത്തെ ചിന്ത എന്താണ് സഭ എന്നുള്ളതാണ്. Today our meditation is on the topic of what is the church. എന്താണ് സഭ, എന്തായിരിക്കണം സഭ? What is the church? What should the church be? ഞാൻ ഒരു സഭയുടെ ഭാഗമാണ്. I am a member of the church. ഞാൻ ഒരു പാസ്റ്ററാണ്. I am a pastor. അതുകൊണ്ട് തന്നെ സഭ എന്താണെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. And therefore my desire is to teach you what is the church. Hallelujah. 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 നമുക്ക് ഫിലോമോൻ എഴുതിയ ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. Let us turn our attention to the letter written to Philemon. ഫിലോമോൻ എഴുതിയ ലേഖനം. The letter written by Philemon to Philemon. ഫിലോമോൻ എവിടാണ്? Where is Philemon? തീത്തോസ് കഴിഞ്ഞിട്ടാണ്. It's right after Titus. ഫിലോമോൻ എവിടാണ്? Where is Philemon? എബ്രായർക്ക് മുമ്പാണ്. It's right before the book of Hebrews. തീത്തോസ് കഴിഞ്ഞിട്ട് എബ്രായർക്ക് മുമ്പ്. After Titus and before Hebrews. Okay? Amen. ഇനി തീത്തോസ് എവിടാണ്? തീമോഥെയോസ് കഴിഞ്ഞിട്ട്. So where is Titus? Don't ask me that question. അപ്പോൾ കർത്താവ് നമ്മളെ എല്ലാവരെയും May the Lord bless all of us. Hallelujah. 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 ഫിലോമോൻ എഴുതിയ ലേഖനത്തിന്റെ പശ്ചാത്തലം. The context of the letter written to Philemon. See, when if you want to really study the word of God, you have to understand the context, in which context it was written. ദൈവവചനം മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ പശ്ചാത്തലം നമുക്ക് മനസ്സിലാക്കണം. It's easy to interpret the Bible if you understand the original context of that particular book or particular chapter. വചനത്തിന്റെ ഒറിജിനൽ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിന്റെ അർത്ഥം നമുക്ക് ശരിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതാണ് the task of the interpreter is to understand the Bible in its original context and bring the message relevant to the present context, and that is what is the task of the preacher. വചനം ഉപദേശിക്കുന്ന ഉപദേശിയുടെ ജോലി എന്ന് പറയുന്നത് ആ വചനത്തിന്റെ പശ്ചാത്തലവും അതിന്റെ റൈറ്റ് മീനിങ് നമുക്ക് പഠിപ്പിക്കുന്നതാണ്. എന്നാലേ നമുക്കത് relevant ആകത്തുള്ളൂ. That is when it becomes relevant to us. Hallelujah. Hallelujah. ഈ particular ലേഖനത്തിന്റെ context. The context of this particular letter. അതിന്റെ 10ാമത്തെ വാക്യം. Let us read in verse 10. തടവിലിരിക്കുമ്പോൾ, can someone read? ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമോസിന് വേണ്ടിയാകുന്നു നിന്നോട് അപേക്ഷിക്കുന്നത്. അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു. ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ. എനിക്ക് പ്രാണപ്രിയനായ അവനെ ഞാൻ മടക്കി അയച്ചിരിക്കുന്നു. മതി. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് തടവിലാണ്. The apostle Paul is writing here in chains. തടവിലിരുന്നുകൊണ്ടാണ് ഇത് എഴുതുക. And he is writing this in chains. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ തടവിലിരിക്കുമ്പോൾ പൗലോസ് അവിടെ വന്ന ഒരു മനുഷ്യനോട് സുവിശേഷം പങ്കുവയ്ക്കുന്നു. Even in his chains we see that he is sharing the gospel to a man in the prison. അതുകൊണ്ടാണ് എല്ലാ തടവുകളും നമുക്ക് സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടിയാണ്. So we can conclude that every chain that we are experiencing is a channel for the gospel. അങ്ങനെ ആയപ്പോൾ അവിടെ വെച്ച് രക്ഷിക്കപ്പെട്ട ഒരാളാണ് ഒനേസിമോസ്. So in this context there is a man named Onesimus who is being saved. അപ്പോൾ എഴുതിയ ആളുടെ പേര്, the person who is writing this letter is called പൗലോസ്. ആർക്ക് വേണ്ടി എഴുതി? For whom he written? It was written for whom? ഒനേസിമോസിന് വേണ്ടി. ആർക്ക് എഴുതി? Philemon. Okay, ഇത്രയും മനസ്സിലായല്ലോ. So the letter is written by Paul on behalf of Onesimus to Philemon. Okay, ഇതാണ് അതിന്റെ കോണ്ടെക്സ്റ്റ്. This is the context. ഒനേസിമോസ് ഫിലോമോന്റെ ഒരു സ്ലേവ് ആയിരുന്നു. Onesimus was a slave of Philemon. പക്ഷേ അവനെ ഇപ്പൊ തിരിച്ച് സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഈ കത്തായിരുന്നത്. And now the apostle Paul is writing a letter for Onesimus to be taken back and received back as a slave. അതിനെഴുതുന്ന ഒരു കത്താണ് ഈ കത്ത്. And that is why this letter is being written. നമുക്കറിയാം കത്തിന്റെ കാലം കഴിഞ്ഞു. Now the time period of letters has passed. ഇന്ത്യയിൽ നിന്ന് വന്നവർക്ക് അറിയാം, എനിക്ക് അമേരിക്കയിലും കാണുമായിരിക്കും, നമ്മുടെ ഒരു കാര്യം നിന്നുപോയി, ടെലഗ്രാം. In India and maybe in America you would understand that the season of telegrams is behind us. Anyone of you knew about telegram? ആർക്കെങ്കിലും അറിയാവോ ടെലിഗ്രാമിനെ കുറിച്ച്? ഇല്ല, മോനറിയില്ല. ടെലഗ്രാം അറിയാവുന്നവരൊന്ന് കൈ പൊക്കാം. How many of you know about a telegram? ചാക്കോയ്ക്ക് അറിയത്തില്ല ടെലഗ്രാം? ഇല്ല. Does anybody know about a telegram? Chaco means Rufus. Our Chaco, your Rufus. ഞങ്ങൾക്ക് മാത്രമുള്ള അധികാരമാണ് ചാക്കോ എന്ന് വിളിക്കാൻ. അപ്പം ഒത്തിരി ചാകാത്തപ്പന്മാരെ കൊന്ന സാധനമാണ് ടെലിഗ്രാം. Telegram is something that put to death many men of God who would not die. Many not men of God. Many elderly fathers who would not die. Father died, start immediately. Father has died, get ready and come fast. Father is serious,
അച്ഛൻ അവിടെ കൃഷിത്തോട്ടത്തിൽ കളക്കിയ. ഫാദർ ഈസ് സീരിയസ്, ഈസ് ഇൻ ദ ICU, കംസ് സ്റ്റാർട്ട് ക്വിക്ലി. പപ്പ സീരിയസ് ആണ്, ആസ്പത്രിയിലാണ്, വേഗത്തിൽ വരണം. ശരിക്കും പറഞ്ഞാൽ പപ്പ is in the field. ഒത്തിരി തമാശ ഉണ്ട് ടെലഗ്രാമിനെ കുറിച്ച്, പക്ഷെ പറയാനൊക്കത്തില്ല, കാരണം അൺപാർലമെന്ററി ആണ്. There are many things to say about telegrams, but it's unparliamentary to say those things. പിള്ളേർ തന്നെ ഇരിക്കുകയാണ്, ഞാൻ പറയാം. If there's only children, I'll tell you one day. അപ്പം അതാണ് ടെലഗ്രാം നിന്നു. That is what the telegram is. പിന്നെ എഴുതിയ കത്താണ്. Then came the letters. കത്ത് ശരിക്കും എഴുതിയിട്ടുള്ളവരും കൈവക്കാം. Are there people who have actually written an actual letter? കത്ത് എഴുതിയിട്ടുണ്ട്. Have you written a letter? കത്ത് എഴുതണം. Have you written a letter? You have to write. You have to write a letter. എത്രയും പ്രിയപ്പെട്ട അച്ചായൻ അറിയുന്നതിന്. My beloved, most beloved Achayan. ഇവിടെ വന്ന് ഇന്നാരെഴുതുന്നത്. I am writing so and so. I am writing unto you. സുഖമാണെന്ന് കരുതുന്നു. I believe you are well. ഇവിടെ ഒരുവിധം സുഖമായി പോകുന്നു. We are okay on this side of our wellness. അങ്ങനെയൊക്കെയല്ലേ എഴുതുന്നേ. Is this not how you write your letters? അതാണ് കത്ത്. എന്നെ ഏറ്റവും ഒടുവിൽ എന്നെ എത്രയും സ്നേഹത്തോടെ അച്ചായന്റെ സ്വന്തം മോള്. Your very own beloved, beloved person writing unto you with much love. അങ്ങനെയൊക്കെ വേണം എഴുതാൻ. This is how you should be writing a letter. ഇനി ആൺപിള്ളേർ പെൺപിള്ളേർക്ക് എഴുതുമായിരുന്നു, അതിന്റെ പേരാണ് പ്രേമലേഖനം. Now when men write letters to women, that we call it as a love letter. ഈ നമ്മൾ ഈ ചാറ്റ് ചെയ്യുമ്പോഴൊന്നും അതിനകത്ത് ഡാഡി ഡൂഡ് എന്നൊക്കെ എഴുതുന്നേ. അങ്ങനെയൊന്നും അല്ല പ്രേമലേഖനം എഴുതുന്നത്. നിന്നെ കണ്ടപ്പോൾ ഉദയസൂര്യൻ ഉദിച്ചു വരുന്നത് പോലെ എന്റെ ഹൃദയത്തിന്റെ അങ്കുരത്തിൽ എവിടെയോ ഒരു വെല്ലുവിളിച്ച മേനി. അപ്പോഴേ ഞാൻ തീരുമാനിച്ചു നീ എനിക്കുള്ളവനാണ്. It's not like when you're texting, when you're writing a love letter, you're using extremely flowery language. The minute I laid my eyes on you, something in me was invoked, and then I knew you were my own. പ്രേമലേഖനം എഴുതിയിട്ടുണ്ടോ? Have you ever written a love letter? Don't say yes. പച്ച ക്യാമ്പസിലൂടെ പിച്ച വെച്ച് വരുന്ന എന്റെ പച്ച പനങ്കളി തത്തേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതണം. അതൊക്കെ ഭയങ്കര മാസമൊക്കെ പിച്ചാണ് എഴുതുക. Extreme level of poetry is being birthed through these love letters. പച്ച ട്രാൻസ്ലേറ്റ് ചെയ്തേ. No, thank you. Yeah, I'm going to take here wherever I go. If I come to America again, you'll be my translator. I receive. Okay. Okay. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഫിലോമൻ ഇങ്ങനെ കത്തെഴുതുകയാണ്. So may the Lord bless us. Philemon is being written a letter. ഈ ഒരു സഹോദരന് വേണ്ടിയാണ് കത്തെഴുതുക. Paul is writing a letter for Onesimus. മൂന്നാമത്തെ വാക്യം. In verse 3, നമ്മുടെ പിതാവാം ദൈവത്തിൽ നിന്നും കർത്താവായ യേശുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. Grace to you and peace from God our Father and the Lord Jesus Christ. Peace. സമാധാനം. സമാധാനം. Peace. സമാധാനം. ആ വാക്കിന് 3 തലങ്ങളുണ്ട്. There are 3 levels to that word. ഒന്ന് peace with God. First is peace with God, ദൈവത്തോടുള്ള സമാധാനം. രണ്ട് peace within oneself. Secondly, it is നമ്മളോട് തന്നെയുള്ള സമാധാനം. 3 peace with one another. And thirdly, നമ്മൾ ഓരോരുത്തരോടുമുള്ള സമാധാനം. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞേ. Can we say it together? Peace with God, peace with ourselves, and peace with one another. ഒന്നുകൂടെ പറഞ്ഞേ. Can we say it again? Peace with God, peace within ourselves, and peace with one another. ഇതിന്റെ എല്ലാം റൂട്ട് എന്ന് പറയുന്നത് peace with God ആണ്. And the root of all 3 of these things is peace with God. ഈ peace ദൈവത്തോടുള്ള സമാധാനം പോകുന്നത് പാപം മൂലമാണ്. When you lose your peace with God, it is equivalent to a sin. പാപം നമ്മുടെ ദൈവത്തോടുള്ള സമാധാനം കളയും. When we sin, we lose our peace with God. പാപം രണ്ടാണ്. There are 2 types of sin. ഒന്ന് sin of omission, ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുക. The first is the sin of omission. രണ്ട് sin of commission, ചെയ്യരുതാത്തത് ചെയ്യുക. The second is the commission of sin. ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുക. To not do what you're supposed to do. ചെയ്യരുതാത്തത് ചെയ്യുക. And then doing what you're not supposed to do. ഞാനൊരു കർത്താവിന്റെ ദാസൻ. I am a servant of God. ഞാനൊരു ഫുൾ ടൈം മിനിസ്റ്റർ ആണ്. I am a full-time minister. ഞാൻ കർത്താവിന്റെ വേല ചെയ്തില്ലെങ്കിൽ എന്റെ വേല ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. If I don't do my job, the person who is doing it in my place is accursed. ഞാൻ ഭർത്താവാണ്. ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിച്ചില്ലെങ്കിൽ പാവമാണ്. കാരണം ഭർത്താവ് ആരെ സ്നേഹിക്കണം? ഭാര്യയെ സ്നേഹിക്കണം. ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്ന എന്താണ്?
പാപമാണ്. I am a husband and my duty is to love my wife, and when I omit my duty and I don't love my wife, that is a sin of omission. ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നു. And similarly, we are doing things that we are not doing things we are supposed to do. പഠിക്കാൻ വന്ന പിള്ളേർ പഠിച്ചില്ലെങ്കിൽ പാപമാണ്. If students who are supposed to study are not studying, you are sinning. കാരണം നിങ്ങളുടെ ജോലി പഠിക്കുകയാണ്. Because your job is to study. അല്ലേ? പഠിക്കുകയാണ്. പഠിക്കേണ്ടവർ എന്ത് ചെയ്യണം? പഠിക്കണം. പഠിക്കാതിരുന്നാൽ പാപമാണ്. Students must study. If you don't do that, it is a sin. പഠിക്കേണ്ടപ്പം പഠിക്കേണ്ട പോലെ പഠിച്ചില്ലെങ്കിൽ പാപമാണ്. If you don't study the way you are supposed to study when you are studying, it is a sin. പക്ഷേ നമുക്ക് പലപ്പോഴും പഠിക്കാൻ ഒക്കുന്നില്ല. But we are not able to sin many times. ഞാൻ 10th ക്ലാസ്സിലേക്ക് 10th കയറിയപ്പോൾ എൻ്റെ അപ്പ എനിക്കൊരു സമ്മാനം തന്നു. One time when I went into my 10th grade, my father said the following to me. പപ്പ തന്നെ പോയിട്ട് ഒരു കാര്യം പഠിച്ചുകൊണ്ടെന്ന് പുന്നാരെ മോനെ പഠിക്കണം, നല്ലപോലെ പഠിക്കണം എന്ന് തന്നെ ചെയ്യണം, രാവിലെ എഴുന്നേറ്റ് പഠിക്കണം. അതിന് പപ്പ എനിക്കൊരു സമ്മാനം തന്നു, വട്ടത്തിയിരിക്കും. My dad would tell me that you're supposed to study well, do what you're supposed to do in your 10th grade, and he would circle me. പപ്പ എനിക്കൊരു വട്ടത്തിരിക്കുന്ന ഒരു സാധനം തന്നു. He gave me a circular object. അതിങ്ങനെ മേശപ്പുറത്ത് വെക്കാം. And we can put it on the table. താഴെ രണ്ട് കാലുണ്ട്. And there are two legs to that. മേളിൽ രണ്ട് മൂന്ന് സുനയുണ്ട്. Then there's two more things on top. അതിന് പുറകെ കുറച്ച് ഇങ്ങനെ സ്പ്രിംഗ് ഉണ്ട്. And there is a spring in the back. പറ. What is it? ടൈം പീസ്. It's a clock. Timepiece clock. Timepiece കണ്ടിട്ടുണ്ടോ? Have you seen a timepiece clock? ഉണ്ടോ? Have you seen it? Have you seen it? ഉണ്ടോ? ടൈം പീസ് വെച്ചിട്ട് ഞാൻ കിടക്കും 4 മണിക്ക് എഴുന്നേക്കാൻ. So I will put on my alarm clock, my timepiece clock, to wake up 4 in the morning. രാവിലെ എഴുന്നേക്കാൻ വേണ്ടി നേരത്തെ കിടക്കും. So in order to wake up early, I would go to sleep early. രാവിലെ എഴുന്നേറ്റാണ് പഠിക്കണ്ടേ. I had to wake up early in the morning to study. പോന്നെ 4 മണിയാകുമ്പോൾ ഇതോ ഒരു ഒറ്റ അടിയാണ്. At 4 a.m., it would create a most ruckus sound. എന്തോ ചെയ്യും? What will it do? നിങ്ങൾ ചെയ്യുന്നതിന് ചെയ്യും. അവിടെ കിടന്നുകൊണ്ട് സ്വിച്ച് ഓഫ് ചെയ്യും. Just like you, I was snoozing my alarm clock. നിങ്ങൾ അങ്ങനെയല്ലേ ഇപ്പൊ രാവിലെ മൊബൈൽ അലാറം വെച്ചേക്കുന്നത്? Admit it, that's what you do with your mobile alarm clocks. സ്വിച്ച് ഓഫ് ചെയ്യും. You will snooze it, പിന്നെ കിടന്നുറങ്ങും. then you will go back to sleep. അതാണ് ചെയ്യേണ്ടത്. എന്ത് ചെയ്യാതിരിക്കുക? sin of omission and sin of commission. That is an example of a sin of omission, and then there is a sin of commission. അത് നമ്മുടെ സമാധാനം കളയും. And it will make us lose our peace. Hallelujah. Hallelujah. അവിടെയാണ് ദൈവത്തോടുള്ള സമാധാനം പോകും. That is where we lose our peace with God. ദൈവത്തോടുള്ള സമാധാനം പോയാൽ നമ്മളിലുള്ള സമാധാനം പോകും. If we lose our peace with God, we will lose our inner peace. നമുക്ക് നമ്മോട് സമാധാനം വേണം. We need to have an inner peace within ourselves. Hallelujah. 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 നമ്മള് വണ്ണമുള്ളവരാണെങ്കിലും വണ്ണമില്ലവരാണെങ്കിലും നമുക്ക് സമാധാനം വേണം. Whether you are the right size or not the right size, you need to have the right peace within yourself. Right size എന്നാണ് പറയുന്നത്. വണ്ണം. Whether you're fat or thin, you need to have the right peace within yourself. അപ്പം ഈ വണ്ണമുള്ളവർക്ക് പലപ്പോഴും സമാധാനക്കുറവാ. Some people who have gained weight may have a loss of peace. പക്ഷെ വണ്ണമുള്ളവർ എന്ത് രസമാണെന്നറിയാം. അവരെ കെട്ടിപ്പിടിക്കാൻ എന്തോ സുഖമാണ്. But do you know how nice it is to hug a soft, fluffy person? ഈ സ്കിന്നിയൊക്കെ കെട്ടിപ്പിടിച്ചാൽ നമുക്ക് നോവും. If you hug a skinny person, you will break something. ഞങ്ങൾക്ക് അവിടെ ഫാറ്റി ബോയ് അസോസിയേഷൻ ഉണ്ട്. That's why we have a fatty boy association. ഞങ്ങളുടെ ഫാറ്റി ബോയ് അസോസിയേഷൻ ഉണ്ട്. 100 കിലോ 150 കിലോ. ഞങ്ങൾക്ക് സൈസൊക്കെ ഷർട്ട് കിട്ടുന്ന അമേരിക്കയിൽ നിന്നാണ്. In India, when we gain such a weight, we need to come to America to buy the right size shirts. അപ്പം വണ്ണമുള്ളവർക്ക് സമാധാനക്കുറവുണ്ട്. എന്ത് കുറയ്ക്കണം? വണ്ണമുള്ളവരെ നമുക്ക് സുഖിപ്പിക്കാൻ സന്തോഷിപ്പിക്കാൻ ഏറ്റവും നല്ല അച്ഛൻ അങ്ങ് ക്ഷീണിച്ചു പോയില്ല അച്ഛയാ. It is very easy to make somebody who is overweight happy. Just tell them, I think you've lost a little weight. ചുമ്മാ വണ്ണമുള്ള അച്ഛാണ്ട് പറഞ്ഞാൽ മതി. അച്ഛൻ ക്ഷീണിച്ചിരിക്കുന്ന അച്ഛന്ന് പറഞ്ഞാൽ even if that's not true, if you just say, I think you've lost a little weight, they'll feel very happy. അങ്ങനെ വണ്ണമുള്ള ഒരു അച്ഛൻ നാട്ടിൽ വന്നു നാച്ചുറോപ്പതി ചെയ്യാനാണ്. So one overweight uncle came to India to get naturopathic medicine. അവിടെ നാച്ചുറോപ്പതി വണ്ണം കുറയ്ക്കാൻ ചെന്നിട്ട് അവർ രാവിലെ ഡയറ്റൊക്കെ കൊടുത്തു. രാവിലെ കുറച്ച് പാവയ്ക്ക ജ്യൂസ്, വെള്ളരിക്ക ജ്യൂസ്, കുറച്ച് ഇല, ഉച്ചയ്ക്ക് കുറച്ച് സലാഡ്, വൈകിട്ട് ഒരു ജ്യൂസ്, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം എല്ലാം മരുന്നെല്ലാം ഡയറ്റ് എല്ലാം പറഞ്ഞ് പുള്ളി ഇറങ്ങാൻ നേരത്ത് ചോദിച്ചു, ആഹാരത്തിന് മുമ്പാണോ പിമ്പാണോ കഴിക്കേണ്ടത്? The naturopathic doctor gave him a full diet about cucumbers and salads and all these naturopathic diets. Now this uncle asked, do I take this before I eat my food or after I eat my food? അപ്പം വണ്ണമുള്ളവർക്ക് സമാധാനം കുറവുണ്ട്. So people who are overweight have lost a little bit of their peace. വണ്ണം കുറഞ്ഞവർക്ക് വണ്ണം കൂട്ടണ്ടേ? And the thin ones want to gain some weight. വെളുത്തവർക്ക് സമാധാനം ഉണ്ടോ?
But do people who are light-skinned have peace? അതുകൊണ്ടല്ലേ വെളുത്ത സായിപ്പും മദാമയും എല്ലാം നമ്മുടെ ബീച്ചിൽ കിടക്കുന്നത്. That's why we have all these white objects sitting in our beaches. കറക്കാനല്ലേ? എന്നിട്ട് അവർ പറയും D3 കിട്ടാനാന്ന്. പക്ഷേ കറുത്തവർക്ക് എന്ത് ചെയ്യണം? അതിനാണ് അവരെല്ലാം ക്രീമും തേക്കുന്നത്. കറുത്തവർക്ക് എന്ത് ചെയ്യണം? വെളുക്കണം. The light ones are trying to tan in the beach. The darker ones are putting all kinds of cream to have more light skin. നമ്മൾ ആരും കറുത്തതല്ല. None of us is dark in color. കറുത്ത കളർ എന്ന് പറയുന്നത് ആ ഷാളിന്റെ കളറാ. Truly what is black is the shawl that Joanna is wearing. ഇരിക്കുന്ന ആരും കറുത്തതല്ല. None of you is really that color. ഇവരാരും വെളുത്തതല്ല. വെളുത്തെന്ന് പറഞ്ഞാൽ അഖിലാസ് എൻ്റെ ഷർട്ടിന്റെ കളറാണ്. And no one is actually fair skinned or white skinned, because white is the color of pastor's shirt. ഇതല്ലേ വെള്ള? This is what is considered white. അപ്പോൾ നമ്മൾ വെളുത്തതല്ല കറുത്തതല്ല. So you're neither black nor white. പിന്നെ എനിക്കറിയാൻ വയ്യ നിങ്ങൾക്ക് ഈ കറുപ്പ് കാണുമ്പോൾ ഒരു വെറുപ്പുണ്ടാകുന്നേ. So why is it that you see black and you don't like it? അപ്പം കറുത്താണ്. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ഒരു പെൺകുട്ടി മിടുക്കിയായിരുന്നു. ഇപ്പോൾ അമേരിക്കയിലുണ്ടെന്ന് എൻ്റെ അറിവ്. അപ്പം ഒരു ദിവസം എന്നോട് പറഞ്ഞാൽ ഞാനിങ്ങനെ കറുത്തു പോയത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. I had a classmate who studied with me. I believe she's in America now. One day she said, I have become quite dark in my skin tone. Do you know what's going on? നിനക്ക് എൻ്റെ ചേച്ചിമാരെ അറിയത്തില്ലേ? അവർ എന്നോട് ചോദിച്ചു നിനക്ക് എൻ്റെ ചേച്ചിമാരെ അറിയത്തില്ല, അവർ നല്ല ഫെയർ ആണ്. She said, you know my sisters and they are all fair skinned. പക്ഷെ ഞാനിങ്ങനെ ആയിപ്പോയി. But I have become quite dark. ഞാനിങ്ങനെ ആയിപ്പോയി. I've become quite dark. എങ്ങനെ പറ്റിയെന്നറിയാമോ? Do you know what happened? എടാ എൻ്റെ രണ്ട് മൂത്ത ചേച്ചിമാരെ എൻ്റെ അമ്മ പ്രസവിച്ചത് തിരുവല്ല സായിപ്പിൻ്റെ ആശുപത്രിയിലാണ്. My two older sisters were delivered in a particular hospital in Tiruvalla in India. അത് സായിപ്പിൻ്റെ ആശുപത്രിയാണ്. In a hospital called Saipin Hospital. അറിയാലോ സായിപ്പിൻ്റെ ആശുപത്രിയിലാണ്. എൻ്റെ അമ്മ എന്നെ പുഷ്പകരിയിലാണ് കൊണ്ട് പ്രസവിച്ചത്. But my mom delivered me in a different place. അപ്പം കറുത്തവർക്ക് സമാധാനം ഇല്ല. And so people who are dark skinned have no peace. പക്ഷെ നമ്മൾ കറുത്താണെങ്കിലും വെളുത്താണെങ്കിലും വണ്ണം ഉണ്ടെങ്കിലും വണ്ണം ഇല്ലെങ്കിലും ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിലും വിക്കി ഉണ്ടെങ്കിലും വിക്കില്ലെങ്കിലും നമ്മളെല്ലാം യുണീക്ക് ആണെന്ന് ഉള്ള ഒരു സമാധാനം വേണം. But we need to have a peace that whether I'm fat or thin or dark or light, whether I have education or not, or English or not, I need to have a peace that there is a peace within myself. എൻ്റെ കർത്താവിൻ്റെ അതുല്യമായ ഒരു സൃഷ്ടിയാണ് ഞാൻ. Because I am a unique creation of my Creator. ഞാൻ എൻ്റെ ദൈവത്തിന്റെ കുഞ്ഞാണ്. I am a child of God. എൻ്റെ ദൈവത്തിന്റെ കുഞ്ഞാണ്. I am a child of my God. എൻ്റെ ദൈവത്തിന്റെ കുഞ്ഞാണ്. I am a child of my God. ആ സമാധാനം നമുക്ക് കിട്ടുമ്പോഴാണ് നമുക്ക് നമ്മിലൊരു സമാധാനം ഉണ്ട്. It is when we have that peace in God that we have an inner peace within ourselves. ആ സമാധാനം ഉള്ളവർക്ക് മറ്റുള്ളവരോട് സമാധാനം. And only people who have that kind of a peace can be at peace with others. മറ്റുള്ളവരോട് സമാധാനം ഉണ്ടാകത്തുള്ളൂ. We need to have peace with others. ശരിയാണോ? Am I right? ശരിയാണോ? Am I right? ഈ ഞാനൊരു പാസ്റ്റർ ആയതുകൊണ്ട് പറയാം, സഭയിൽ സമാധാനം ഇല്ലാത്തൊരു വന്ന എന്തൊരു ഗതികേടാണെന്ന് അറിയാം. As a pastor, let me tell you, do you know what happens when people who lack inner peace come to the church? ഞാൻ നല്ല സ്പീഡിൽ പ്രസംഗിച്ച അവർ പറയും, ശബ്ദമൊക്കെ ഉയർത്തി പ്രസംഗിച്ചാൽ പറയും ചുമ്മാ ബഹളവുക, ഒരു കാര്യമില്ല. They will say that if I'm preaching loudly or too fast, oh, he's just making a bunch of noise, there is no substance. ഞാൻ വളരെ ശാന്തമായിട്ട് പ്രസംഗിച്ചാൽ പറയും കൊള്ളാം, ബുദ്ധിന്ന ഒരു ആത്മാവിന്റെ ഒരു ഇതില്ല. If I preach very softly, they say he's preaching from intellect, there is no move of the Holy Spirit. പറഞ്ഞു കേട്ടിട്ടുണ്ടോ? Have you heard such comments? പഴയ പാട്ട് പാടിയാൽ പറയും ഇതെന്തൊരു പാട്ട്. If I sing an old song, they'll say, what kind of a song is that? ഇപ്പോൾ ഒരു പുതിയ പാട്ട് പിള്ളേർ പഠിച്ച് പാടിയാൽ പറയും ആർക്കും അറിയാൻ വയ്യാത്ത ഒരു പാട്ടും കൊണ്ട് വന്നേ. If I sing a new song, they'll say, you're singing a song that no one knows that the children have learned. ഞാൻ ചിരിച്ചപ്പം പറഞ്ഞു ചിരിപ്പിക്കാന്ന്. They said, when I smiled, they said, make me smile. ഞാൻ കരഞ്ഞപ്പം പറഞ്ഞു അവന്റെ കരച്ചിൽ കഴിഞ്ഞിട്ട് കയറത്തുള്ളൂ. When I was crying, they said, we can only enter when his crying is done. ഞാൻ നല്ലപോലെ ചിരിക്കുമായിരുന്നു. അപ്പോൾ ഒരു കമന്റ് കേട്ടു, അവന് സ്ത്രീകളെ കാണുമ്പോൾ ഒരു ചിരി കൂടുതലാണ്. I used to be a person that used to laugh a lot. Somebody commented, he laughs a lot when he sees women. ഞാൻ വളരെ ഡീസന്റ് ആയി. Praise the Lord. And I became very decent and I became very humble and said, praise the Lord. ഇപ്പോൾ അവന് പവർഷനൊക്കെ പോയപ്പോൾ അവന്റെ ഗമ കണ്ടില്ലേ. And now they say he went into a famous TV channel and now he's quite prideful. ചിരിക്കാനൊക്കെ. Can you laugh? കരയാനൊക്കെ. Can you cry? എന്തോ ചെയ്യണം? What am I supposed to do? സമാധാനം ഉള്ളതുകൊണ്ടാണ് നിൽക്കുന്നത്, അല്ലെ എറിഞ്ഞ് ടെമ്പിളിന്റെ പോയേനെ. It is because I have peace that I'm standing here, otherwise I would have taken a ticket above. അപ്പോൾ നോക്കണേ എൻ്റെ പൊന്നു പ്രിയരെ, സമാധാനം. So listen to me, my beloved ones. Peace ദൈവത്തോട്, with God, നമ്മില്, within ourselves, മറ്റുള്ളവരെ, and with one another. പറഞ്ഞേ. Can we say it again? With God, within ourselves, and with one another. ഇത് മൂന്നും ഉള്ളവരൊന്ന് കൈ പൊക്കിക്കേ. If you have all three, can you lift your hands and thank the Lord this morning? മൂന്നും വേണേ.
You need all three of these things. Hallelujah. Hallelujah. അടുത്ത വാക്യം, Next we read, ദൈവത്തോട്, with God, കർത്താവായ യേശുവിനോട്, with Jesus Christ, സകല വിശുദ്ധന്മാരോട് to the saints, നിനക്കുള്ള സ്നേഹം. a love that you have. ഒന്നുകൂടെ പറഞ്ഞേ, യേശുവിനോട്, വിശുദ്ധന്മാരോട്. Can we say it again? With a love with Jesus and love with the saints. അപ്പം ക്രിസ്ത്യൻ ലൈഫിന് രണ്ട് ഡയമെൻഷൻ. So there are two dimensions to Christian life. വിളിച്ചാത്തെ, What are the two dimensions? വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ. We have a vertical dimension and a horizontal dimension. വെർട്ടിക്കൽ കർത്താവിനോടുള്ളതാ. A vertical dimension is unto the Lord. ഹൊറിസോണ്ടൽ, And a horizontal is with ഹൊറിസോണ്ടൽ. the horizontal. അടുത്തിരിക്കുന്ന രണ്ടുപേരെ നോക്കിക്കേ. Can you look at the person on your left and your right? ഇതാണ് ഹൊറിസോണ്ടൽ. This is your horizontal. വെർട്ടിക്കൽ, Vertical, ഹൊറിസോണ്ടൽ. and there's a horizontal. വെർട്ടിക്കൽ വിസിബിൾ ഓർ ഇൻവിസിബിൾ. Is vertical കാണാനുള്ളതാണോ കാണാത്തതാണോ? വെർട്ടിക്കൽ ഈസ് വിസിബിൾ ഓർ ഇൻവിസിബിൾ. Vertical എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതാണോ കാണാത്തതാണോ? ഇൻവിസിബിൾ. How It can is it be invisible. visible? How can it be invisible? പറഞ്ഞോ. How can it be visible? How can it become visible? Horizontal relationship. The invisible becomes visible through our horizontal relationships. അതില്ലാതെ ആരും ദൈവത്തെ സ്നേഹിക്കരുത്. Without this, nobody should say, I love God. ചിലരുണ്ട് മനുഷ്യരോട് മിണ്ടത്തില്ല. Some people don't talk to people around them. Praise the Lord. They will hold their hands and say, praise the Lord. യോഗം കഴിഞ്ഞതിന് മുമ്പ് പോവും. Even before the meeting is done, they are gone. അവരെല്ലാം ദൈവത്തോട് ഭയങ്കര സ്നേഹമാണെന്ന് പറയുന്നത്. They all say that they have a great love for God. സമ്മതിച്ചു കൊടുക്കാൻ ഒക്കത്തില്ല. I cannot accept that. ദൈവത്തോട് സ്നേഹമുണ്ട്, മനുഷ്യനോട് സ്നേഹമുണ്ട്. If you have a love for God, you will have love for people. എന്റെ പൊന്നു പ്രിയരെ, നമ്മൾ ചത്താ മിണ്ടാൻ ഒക്കൂ? My beloved people, when you're dying, will we go without saying? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മിണ്ടാൻ ഒക്കൂ? Can we speak after we have passed away? നമ്മൾ വീവിങ്ങിന് പോവാ, അവിടെ ഇരുന്നുകൊണ്ട് അവരെന്നെ നമ്മളെ ചിരിച്ചു കാണിച്ചു. നിങ്ങൾക്ക് എന്താ പറ്റും? If you are in the casket for your own viewing, can you smile and display a smile? നമ്മൾ അവരെ ഒന്ന് ചിരിച്ചു കാണിച്ചു, എന്തോ ചെയ്യും? If you are in your casket, can you give a smile to those coming for your viewing? പറ. നിങ്ങൾ ആ കാസ്കറ്റിനകത്ത് കയറത്തില്ലേ? If you see a dead man smiling, you will end up in the casket with him. എന്റെ കൂടെ നടന്ന ഒരു മനുഷ്യൻ തിരിച്ചങ്ങ് കഞ്ചാവ് മദ്യപിച്ച് അങ്ങ് തിരിച്ചുപോയി, മാറിപ്പോയി. There was a man that was with me and he went back to a particular place. അല്ല, he backslided. He backslided. വീണ്ടും മദ്യമായി. And he went back into alcoholism. ഡ്രഗ്സ് എടുക്കുമായിരുന്നു. He started to use drugs. കല്ലറയിലാണ് കിടക്കുന്നത്. And he's always in the cemetery. ഞങ്ങളുടെ സെമിത്തേരിൽ വെളുപ്പിന് നേരം വെളുത്തില്ല, ഒരാൾ ആ സെമിത്തേരി കൂടി ഇങ്ങനെ കയറിപ്പോയി. Even before the sun had dawned, one person went into the cemetery to drink. ഈ മനുഷ്യൻ സെമിത്തേരി, ഒരു വേറൊരാള് സെമിത്തേരി കൂടി ഇങ്ങനെ കയറി പോവാ. And there was one person passing through the cemetery. ഈ രാവിലെ നേരം വെളുക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം ഇങ്ങനെ സെമിത്തേരിയുടെ മണ്ടയ്ക്ക് കഞ്ചാവ് വലിച്ചിരിക്കുക. This person is sitting on top of a tombstone and he is smoking marijuana. അപ്പൊ ഇത് ഇങ്ങനെ പോയപ്പം ഇയാള് ഒന്ന് ചുമച്ചു. ഈ സെമിത്തേരിയുടെ അവിടെ ഇരുന്ന എന്റെ Now one person is passing by and this guy using the drugs coughed. അപ്പൊ അയാൾ ചോദിച്ചു, ആരാന്ന് ചോദിച്ചു. And that man said, who is it? ഈ പകയം പറഞ്ഞു, അകത്ത് ഭയങ്കര ചൂടായതുകൊണ്ട് ഞാൻ ഒന്ന് പുറത്തിറങ്ങിയാ. So this guy said, because it was too hot on the inside, I'm sitting on the outside. പോയ മനുഷ്യൻ അപ്പളെ ഫ്ലാറ്റായി. The passerby was completely flatlined on that very moment. ചത്തു കഴിഞ്ഞ മിണ്ടാനും. Can you speak after you are in the cemetery? ഇപ്പൊ ജീവിച്ചിരിക്കുമ്പോ ഒക്കെ മിണ്ടണം. You have to learn to talk while you're alive. മനസ്സിലായോ? Understood? കർത്താവായ യേശുവിനോടും സകല വിശുദ്ധന്മാരോടും, With Jesus and with all the saints. മിണ്ടി പറഞ്ഞൊക്കെ ജീവിക്കണം. You need to speak a little bit and live your life. സ്നേഹം, love with God, മനുഷ്യനോട് സ്നേഹം, and love with the people. ദൈവത്തോട് സ്നേഹം, മനുഷ്യനോട് സ്നേഹം. Love with God and love with people. Don't forget that, vertical and horizontal. Don't forget it, vertical and horizontal. കർത്താവായ യേശുവിനോടും സകല വിശുദ്ധന്മാരും നിനക്കുള്ള സ്നേഹത്തെക്കുറിച്ചും, രണ്ട് നിനക്കുള്ള വിശ്വാസം. Your love unto the Lord Jesus and to all the saints. Secondly, your faith. നമ്മളെ അറിയപ്പെടുന്ന ഒരു പേരുണ്ട്. ആരാണ്? വിശ്വാസികൾ. We all have a term that we are identified by. We are called believers. In Malayalam, among the Malayali people, we are known as, പറഞ്ഞോ, വിശ്വാസികൾ. അവൻ ഇപ്പൊ ഭയങ്കര വിശ്വാസത്തിലാണ്. നമ്മൾ മറന്നു പോരും, നമുക്ക് വിശ്വാസമാണ്. വിശ്വാസം. Among the Malayalis, we are known as believers. People say they are people of the faith. വിശ്വാസത്തെ കുറിച്ചും കേട്ടിട്ട്, I have heard of your faith. നമ്മിലുള്ള എല്ലാ നമ്മുടെ പരിജ്ഞാനത്തെ നിന്റെ വിശ്വാസത്തിന്റെ കൂട്ടായ്മ, the fellowship. The sharing of your faith. ഫെലോഷിപ്പ് ആണ്. The fellowship of your faith. അപ്പോൾ നമുക്ക് മൂന്ന് കാര്യങ്ങൾ, സ്നേഹം, വിശ്വാസം, കൂട്ടായ്മ. So say three things we see: love, faith and fellowship. എന്ന് പറഞ്ഞ സ്നേഹം, വിശ്വാസം, കൂട്ടായ്മ. ഇതിനെല്ലാം രണ്ട് ഡയമെൻഷനാണ്. ഒന്ന്, രണ്ട്,
മനുഷ്യനോട് മറക്കരുത്. കേട്ടിട്ട് എൻ്റെ പ്രാർത്ഥനയെ നിന്നെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Love, faith, and fellowship all have 3 dimensions. Now that I've heard of your faith, Paul says, I remember you, and I'm acknowledging that. When I heard about you, I gave thanks to God for you. When I remember you, I gave thanks. I thank my God, making mention of you in my prayers when I heard of your faith. ഞാൻ നിന്നെ ഓർക്കുമ്പോൾ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. When I remember your faith, I am thanking my God. അപ്പോൾ നമ്മളെ ഒരാൾ ഓർത്താൽ എന്ത് ചെയ്യണം? So what should, if you are remembered by someone, what should you do? പറ. സ്തോത്രം ചെയ്യണം. You must give thanks to God that person should give thanks to God when you're remembered. അയ്യാ, നമ്മളെ ഓർക്കുന്ന ഒരാൾ സ്തോത്രം ചെയ്യണം. We need to praise God when we are remembered. നമ്മൾ സ്തോത്രം ചെയ്യാൻ കഴിയാത്ത ഓരോ ഓർമ്മയും ആർക്കും കൊടുക്കരുത്. You should not give a single memory that you are not able to be thankful for. ഞാൻ ഒരു ദൈവദാസനാണ് പറയാം, ആത്മാർത്ഥമായി ഞാൻ പറയും, എല്ലാവരെയും ഓർത്താ സ്തോത്രം വരുമോ? From the bottom, I always speak to servants of God. When you're speaking from the bottom of your heart, are you able to give thanks? വരുമോ? Are you able to? വരുമോ? Are you able to? ഇല്ല, വരുന്നില്ല. എന്താ ചെല്ല ഓർത്താൽ എന്ത് വരും? ചെല്ല ഓർത്താൽ എന്ത് വരും? ഹൃദയത്തിൽ നിന്ന് എന്ത് വരും? സ്തോത്രം വരും. ഞാൻ നിന്നെ ഓർക്കുമ്പോൾ എൻ്റെ ദൈവത്തിന് എന്ത് ചെയ്യുക? സ്തോത്രം ചെയ്യുക. ഞങ്ങളുടെ സഭയിൽ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, ഭയങ്കര കഴിവായിരുന്നു. അപ്പം ഞങ്ങളുടെ പിള്ളേർക്ക് ഞങ്ങൾ ചോറ് കൊടുക്കുന്ന ആ ചേച്ചി വരുന്നു എന്ന് പറയുമ്പോൾ, താണ്ടാ ചേച്ചി വരുന്നു പറയുമ്പോഴത്തേന് എപ്പം ചോറ് പോയെന്ന് ഓർത്താൽ മതി. അപ്പോൾ അവരാരാന്നറിയാമല്ലോ, അവരൊരു ദിവസം ചർച്ച വരായിരുന്നപ്പോൾ ഞാനും ഭാര്യയും കൂടെ തപ്പിപ്പോയി. അന്ന് നമ്മൾ ഗർഭിണിയാണ്. എൻ്റെ പൊന്നെ ഒരു മലയുടെ മണ്ട ചെന്ന്. അപ്പോൾ ആ സ്ത്രീ ചോദിച്ചു എന്നാ വരാഞ്ഞെന്ന്. അവരെന്നോട് ചോദിക്കുക, ഞാൻ നിങ്ങളുടെ ചർച്ച വന്നപ്പോൾ 100 രൂപ പത്രത്തിൽ എഗ്രിമെൻ്റ് എഴുതി ഒപ്പിട്ടായിരുന്നു, എല്ലാ ആഴ്ചയിലും വന്നോളാം. പിന്നെ നീ എന്നോ അറിയാൻ വന്ന? എഗ്രിമെൻ്റ് ഒന്നും സൈൻ ചെയ്തിട്ടില്ലല്ലോ. ഇവരെ ഓർത്താൽ എന്തോ വരും? കുറേ നാൾ കഴിഞ്ഞ് ഞങ്ങളൊരു ദിവസം ഞാൻ വീട്ടിൽ വരുമ്പോൾ ഒത്തിരി ലേറ്റായി. ബ്ലസ്സിൽ കിടന്ന് ഉറങ്ങുക. ഞാൻ അവളെ ഉണർത്താതെ അടുത്തുള്ള കട്ടിലേക്ക് കിടന്നു. രാത്രി ആയപ്പോൾ ഈ പെണ്ണ് എഴുന്നേറ്റിരിക്കുക, വെട്ടി വിറച്ച്. ഞാൻ അവളോട് ചോദിച്ചു, എന്തോ പറ്റി? അവൾക്ക് മിണ്ടാ പയ്യ. വെള്ളം കാണിച്ച് ഞാൻ കുപ്പി വെള്ളം കൊടുത്തു. കുടിച്ചു കഴിഞ്ഞപ്പം പറഞ്ഞു, എൻ്റെ അച്ഛാ ഞാൻ പേടിച്ചു പോയി. ഞാൻ ചോദിച്ചു എന്തോന്ന്? ഒരു സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം? ആ സ്ത്രീ നമ്മുടെ മുറിയിൽ നിൽക്കുന്ന ഒരു സ്വപ്നം കണ്ടു. അപ്പം ഞങ്ങളുടെ ഒരു വിശ്വാസിയെ ഓർത്തിട്ട് അവൾ ഞെട്ടി രാത്രി ഉണർന്നിരിക്കുക. ഞാൻ ലേഖനം എഴുതിയെന്നെ എൻ്റെ ഭാര്യ നിന്നെ ഓർക്കുമ്പോൾ ഉറക്കത്തിൽ കൂടെ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പൗലോസ് പറയുന്നു, നിന്നെ ഓർക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുക? സ്തോത്രം ചെയ്യുക. എല്ലാവരെയും ഓർക്കുമ്പോൾ ഞെട്ടില്ലെന്ന് ഞാൻ പറയത്തില്ല. ഞങ്ങളുടെ ഒരു അമ്മച്ചിയുണ്ട്, പേര് മൈലാടുപാറ അമ്മച്ചി. ഇപ്പം നൈറ്റി ഇട്ടുകൊണ്ടാണ് വരുന്നത്, ഇത്രയും ഉണ്ട്. ഞായറാഴ്ച രാവിലെ അവിടെ വന്നിരിക്കും. എല്ലാവർക്കും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും. പിള്ളേരെല്ലാം ക്യൂ നിൽക്കും അമ്മച്ചിയുടെ ഉമ്മ കിട്ടാൻ. ഞങ്ങളുടെ പാസ്റ്റർമാർക്കെല്ലാം പാവം 50 രൂപ 100 രൂപ എല്ലാവർക്കും കൊടുക്കും. ഇതെല്ലാം മേടിച്ചിട്ട് എല്ലാവർക്കും ഉമ്മ കൊടുക്കും. എന്നിട്ട് എന്നെ കാണുമ്പം കെട്ടിപ്പിടിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കും. എൻ്റെ കൊച്ചിൻ്റെ സങ്കടം, എൻ്റെ കൊച്ചിൻ്റെ ഭാരം ആരറിയാൻ? അമ്മച്ചി പ്രാർത്ഥിച്ചോളാം. അമ്മച്ചി പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞാൽ അമ്മച്ചി പ്രാർത്ഥിക്കും. പിള്ളേർക്ക് കുശുമ്പ, പിള്ളേർക്ക് വേണ്ടിയല്ല, പ്രിൻസിപ്പലിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുക. അമ്മച്ചി ഞാൻ ഇപ്പം ചാകലേന്ന് ഞാൻ പ്രാർത്ഥിക്കും, കാരണം അവർ ചത്തപ്പിന്നെ എനിക്ക് വേണ്ടി ആരാ പ്രാർത്ഥിക്കും. അപ്പോൾ ഒരു കാര്യം ഓർത്താണേ, ചിലരെ ഓർത്താൽ എന്ത് വരും? സ്തോത്രം വരും. ചിലരെ ഓർത്താൽ എന്ത് വരും? ഞെട്ടലും നെടുവീർപ്പും വരും. ഏത് ഗ്രൂപ്പിലാണെന്ന് മാത്രം ചിന്തിക്കുക. There are some people that you can remember and you are thankful to God for them. There are others that you remember and you are quite frightened by that thought. അടുത്ത വാക്യം. Second, then we read, നീ വിശുദ്ധന്മാരുടെ ഹൃദയം തണുപ്പിച്ചു. You have cooled the hearts of the saints. തണുപ്പിച്ചു. You have cooled it. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്ത് ചെയ്തു? തണുപ്പിച്ചു. You have refreshed it. അടുത്തിരിക്കുന്ന കരം പിടിച്ച് പറഞ്ഞേ, തണുപ്പിച്ചു. Can you shake somebody's hands and say, you have refreshed my heart? തണുപ്പിക്കണം. ഇത്രയും പറഞ്ഞാൽ മതി. തണുപ്പിക്കണം. You have refreshed my heart. തണുപ്പിക്കണം. You've refreshed my heart. പറഞ്ഞേ. Amen. Can you say it? അച്ഛാ ക്യാൻസറാ, പ്രാർത്ഥിക്കണേ. അച്ഛാ ക്യാൻസർ, അച്ഛാ പ്രാർത്ഥി. ക്യാൻസറോ? എൻ്റെ ദൈവമേ, ഇത് വന്നാൽ കൊണ്ടേ പോകത്തുള്ളൂ. When somebody comes and tells you, brother, I have cancer, some people respond, you have cancer? Cancer is definitely going to take you. അവരപ്പളേ ഫ്ലാറ്റ് ആവും. The minute you give such a response, that person has already flatlined. കുഞ്ഞിരുന്ന് പഠിക്കുക. One child is studying. അവൻ ഇച്ചിരി സ്ലോയാ. He might be a little slow in studies. അവൻ കഷ്ടപ്പെട്ട് പഠിക്കുക. He is working hard in studying. പഠിച്ച് അവൻ്റെ കണ്ണെല്ലാം കുഴിഞ്ഞു പോയി. Now his eyes are full of bags, having studied and studied. എന്താ കണ്ണിങ്ങനെ ഇറങ്ങിപ്പോത്തില്ലേ ഒത്തിരി വായിച്ച്? Have you seen when people's eyes kind of they're sunken because they've studied so hard? പപ്പ വന്നപ്പം മമ്മി പറഞ്ഞു, പഠിച്ച് നമ്മുടെ ചെറുക്കൻ്റെ കണ്ണെല്ലാം കുഴിഞ്ഞു പോയി. The mother and father are noticing. No. When dad came, mother told.
When dad came in, mother is noticing that having studied and studied, his eyes are completely sunken. എന്നിട്ട് പപ്പായോട് പറഞ്ഞു അവൻ പഠിച്ച് കണ്ണെല്ലാം കുഴിഞ്ഞു പോയെന്ന് പറഞ്ഞു. And they're saying, studying and studying, his eyes are completely sunken. പപ്പ പറഞ്ഞു സാരമില്ലടി പേടിക്കണ്ട, റിസൾട്ട് വരുമ്പോൾ തള്ളി വന്നോളെന്ന് പറഞ്ഞു. The father said, don't worry, when the results come back, the sunken eyes will come back to neutral. തണുപ്പിക്കുക. They are refreshing the heart. തണുപ്പിക്കുക. Refreshing the heart. നീ നിന്റെ ഹൃദയം തണുപ്പിച്ചു. You have refreshed our hearts. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. അപ്പോൾ 3 4 വാക്യങ്ങൾ So in 3 and 4, നമ്മുടെ പിതാവായ ദൈവത്തെങ്കിലും കർത്താവായ യേശുവിലും നമുക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. കർത്താവായ യേശുവിനോടും സകല വിശുദ്ധന്മാരോടും നിനക്കുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയും കുറിച്ച് ഞാൻ കേട്ടിട്ട് നമ്മളുടെ എല്ലാ നമ്മുടെയും പരിജ്ഞാനത്താൽ നിന്റെ വിശ്വാസത്തിൻ്റെ കൂട്ടായ്മ ക്രിസ്തുവിനായി സഫലമാകേണ്ടതിന് എൻ്റെ പ്രാർത്ഥനയെ നിന്നെ ഓർത്ത് എപ്പോഴും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന സഹോദര വിശുദ്ധന്മാരുടെ ഹൃദയം നീ തണുപ്പിച്ച നിമിത്തം നിന്റെ സ്നേഹത്തെ എനിക്ക് വളരെ സന്തോഷവും ആശ്വാസവും ഉണ്ടായി. മറക്കരുത്, മറക്കരുത്, മറക്കരുത്. we read from verses 3 to 7, grace to you and peace from God our Father and the Lord Jesus Christ. And he makes mention of them in his prayers and thanks God and is refreshed by them having acknowledged their faith. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. അവിടെയാണ് നമ്മൾ കാണുക, മറക്കരുത്, ദൈവത്തോട് സമാധാനം, മനുഷ്യനോട് തമ്മിൽ സമാധാനം, മനുഷ്യരോട് സമാധാനം. Don't forget this. This is where we read peace with God, peace within ourselves and with one another. പറഞ്ഞ് ദൈവത്തോട്. One more time, peace with God, peace within ourselves, 3 peace within our one another. രണ്ടാമത്തെ ക്രിസ്ത്യൻ ലൈഫിന് 2 ഡയമെൻഷൻ. Secondly, there are 2 dimensions to Christian life. വെർട്ടിക്കൽ ആൻഡ് Vertical and horizontal. അത് ഒന്ന് എന്താണ്? What is the first? Visible or invisible? The first is vertical and it is visible or invisible? Invisible. It can be visible through the love towards fellow believers. മറ്റുള്ളവരോടുള്ള സ്നേഹം. 3 കാര്യങ്ങൾ. സ്നേഹം. Then we learned 3 aspects: love, faith and fellowship. 3 സ്നേഹം, വിശ്വാസം, കൂട്ടായ്മ. പിന്നെ അടുത്ത കാര്യം, നിന്നെ ഓർക്കുമ്പോൾ, നിന്നെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന്, so I thank God when I do remember you. ഞാൻ നിന്നെ ഓർക്കുമ്പോൾ എൻ്റെ ദൈവത്തിന് എന്ത് ചെയ്യുന്നു? സ്തോത്രം ചെയ്യുന്നു. Next we read, I thank God when I remember you. അടുത്ത ഒരു കാര്യം, you cool my heart. Next we see that you refreshed or cooled my heart. എൻ്റെ ഹൃദയത്തെ നീ എന്ത് ചെയ്തു? തണുപ്പിച്ചു. ഒരിക്കലും ഹൃദയം ചൂട് പിടിപ്പിക്കരുത്. ഹൃദയം എന്ത് ചെയ്യണം? തണുപ്പിക്കണം. പറഞ്ഞേ, ഹൃദയം എന്ത് ചെയ്യണം? തണുപ്പിക്കണം. പറഞ്ഞേ. Do not make anyone's hearts burn because of you. You should always refresh their hearts. മറ്റുള്ളവരുടെ ഹൃദയം എന്ത് ചെയ്യണം? What should we do? We should refresh ഞാൻ others' ആദ്യമായ hearts. സമയങ്ങളിൽ കൺവെൻഷൻ പ്രസംഗിക്കുക. In the beginning stages when I was preaching in the conventions, ഈ പ്രസംഗം ഭയങ്കര പെയിൻ അറിയാം. do you know it's very difficult to preach? കെനിയയിൽ പോയി പ്രസംഗിച്ച ഡോക്ടറോട് ചോദിച്ചു, എന്ത് ചെയ്യാ സഹോദരനോട് ചോദിച്ചു, പ്രസംഗത്തിന് മുമ്പ് പുള്ളി രാവിലെ കരഞ്ഞെന്ന് പറഞ്ഞു. The man of God was saying, the brother was saying that right before he preached, he was in a lot of pain and he was crying. നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് he is going to deliver the message. ശരിക്കും ഡെലിവറിയാ. In English we say he's delivering the message, and truly it's like a birthing delivery process. എന്നോ ടെൻഷൻ ആണെന്നറിയാം. Do you know how much of a tension and stress it is? ആണോ? പ്രത്യേകിച്ച് നമ്മളൊരു പുതിയ കോൺടെസ്റ്റിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മളെ ഇങ്ങനെ എത്ര പരിചയം ഉണ്ടെങ്കിലും വിറയ്ക്കണം. എന്നാലേ നമ്മൾ ഡിപ്പെൻഡ് ആകത്തുള്ളൂ ദൈവത്തിൽ. Especially when you're going into a new context, there will be people who are, stringently looking at you, and surely they should, in a sense. ആദ്യമായിട്ടൊരു കൺവെൻഷൻ പ്രസംഗിക്കുന്ന ഒരു സമയം. When I was in the beginning stages about to go preach in a convention, ഞാൻ ഒരു കൺവെൻഷന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യപ്പെട്ടു. I was invited to a convention. ഞാൻ അവിടെ ചെന്നപ്പോൾ മുഴുവൻ എൽഡർലി, അച്ഛനൊക്കെ അറിയാം, എൽഡർലി ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ ജുബായൊക്കെ ഇട്ട് അപ്പച്ചന്മാർ നിരന്നിരിക്കുകയാണ്. When I went in, there were elderly, wise leaders and elders of the church, and the hall was filled with them. അവരെല്ലാം വെള്ള ജുബായൊക്കെ ഇട്ടിരിക്കുകയാണ്. They're all wearing white clothes and they're ready. ഞാനൊരു ഹാഫ് കൈ ഷർട്ട് ഇട്ട് എനിക്ക് ഷർട്ട് മാറാൻ സമയം കിട്ടിയില്ല. ഞാൻ കയറേണ്ട വന്നു. I went in with just a regular shirt. I had no time to change and I went in. ഇത് തെറ്റായിപ്പോയി, കാരണം അങ്ങനെയുള്ള ഒരു സ്റ്റേജിൽ on that kind of a stage, that dressing was a bit of a mistake. ഞാൻ അവിടെ കയറി ചെന്നപ്പോൾ ഇവരെന്നെ ഒരു അടിമുട്ടി ഒന്ന് നോക്കി, എൻ്റെ ഉള്ള ധൈര്യം എല്ലാം പോയി. When I went in and they started staring at me, all the confidence I had dissipated. ഞാൻ ഒരു തരത്തിൽ പ്രസംഗിക്കുക. I'm ready to preach. ഞാൻ പ്രസംഗിക്കുക. I'm preaching. പക്ഷെ ഞാൻ ഇങ്ങനെ പുൾപിറ്റെ പിടിച്ചേക്കുക. And I'm holding the pulpit. ഇതിന്റെ പർപ്പസ് എന്നാണെന്നറിയാം? Do you know the purpose of a pulpit? വിറയ്ക്കുമ്പം പിടിക്കാനാ. This is for you to hold on to when you're ready to faint. ഇത് ഇടയ്ക്കിടയ്ക്ക് വിറക്കുമ്പോൾ ഓർത്തണോ, ആത്മാവല്ല പേടിച്ചിട്ടാ. When you're frightened and you see me grabbing this, it's not the Holy Spirit. I'm a little frightened. ഞാൻ ഒരു തരത്തിൽ പ്രസംഗിക്കുക. And I am preaching in some level. പക്ഷെ മുമ്പിൽ ഇരിക്കുന്നവർക്ക് അറിയത്തില്ല. The people in front of me may not know this. എൻ്റെ കാലേ കൂടെ ഒരു പെരുപ്പ് കയറി, കണ്ണിൽ കൂടി ഇരുട്ട് കയറി, ഊരുവാരം വേർക്കുന്നു. ഞാൻ താഴെ വീഴും, എനിക്ക് മനസ്സിലായി.
I understood that I was quite frightened and I was about to fall out. മുമ്പ് ഇരുന്ന ഒരു അച്ഛൻ മുമ്പോട്ട് വന്ന് ഇതുപോലെ ഒരു കപ്പ് വെള്ളമായിട്ട് There was one uncle sitting in the front. He came with a cup of water. ആ മേശപ്പുറത്തോട്ട് ഈ വെള്ളം വെച്ചു. And he put the cup of water on the table. ഒറ്റ നിമിഷം ഇങ്ങനെ നിന്നു. 1 minute he stood there. എന്നോടൊരു വാക്ക്, എടാ മോനെ എന്നെ കലക്കം പ്രസംഗമാണ് അടിച്ച് കലക്കടാ. പുള്ളി അങ്ങ് പോയി. That uncle said, your preaching is next level. Continue to go. അയ്യോ, പിന്നെ ഞാൻ എവിടെ ആയിരുന്നറിയാ? Do you know where I was? On some cloud 9. അല്ലായിരുന്നു ഞാൻ താഴെ കിടന്നേനെ. Otherwise I would have fallen out. തക്ക സമയത്തെ വാക്ക്. A word in time. പറ. Can you finish that? A word in time does what? വെള്ളിത്താലത്തിലെ പൊന്നാരങ്ങ പോലെ. It is like a refreshing gift on a silver plate. അതാണ് വെള്ളിത്താലത്തിലെ പൊന്നാരങ്ങ. A refreshing gift on a silver plate. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. അപ്പോൾ വിശുദ്ധന്മാരുടെ ഹൃദയം എന്ത് ചെയ്യണം? So what should be the heart of a saint? തണുപ്പിക്കണം. We should refresh those hearts. ഒന്നാം വാക്യം. Then we read. ഞാൻ പെട്ടെന്ന് നിർത്താം. I will finish quickly. ക്രിസ്തുയേശുവിന്റെ ബദ്ധനായ പൗലോസും സഹോദരനായ തീമത്തിയോസും ഞങ്ങളുടെ പ്രിയനും കൂട്ടുവേലക്കാരനായ ഫിലോമോൻ എന്നനക്കും സഹോദരിയായ അപ്പിക്കും സഹപടനായ അർക്കിപ്പോസിനും നിങ്ങളുടെ വീട്ടിലെ സഭയ്ക്കും എഴുതുന്നത്. First verse. Paul, a prisoner of Christ Jesus, Timothy, our brother, to Philemon, our beloved friend and fellow laborer, to the beloved Apphia, Archippus, our fellow soldier, and to the church in your house. നിന്റെ വീട്ടിലെ സഭയ്ക്ക് എഴുതുന്നു. The church in your house. ഒന്നാം നൂറ്റാണ്ടിൽ ഇവരെ when they were expelled from the synagogues, they started to worship in the houses. In the very first century, synagogueൽ നിന്ന് അവരെ കേറ്റിവിട്ടപ്പോൾ അവർ വീടുകളിൽ കൂടാൻ തുടങ്ങി. വീടുകളിലെ ആരാധനയെക്കുറിച്ചാണ് ഇവിടെ പറയുക. And we read about such a church in the house. ഫിലോമോന്റെ വീട്ടിൽ ആരാധന ഉണ്ടായിരുന്നു. There was a worship in the house of Philemon. ഇത്രയും പുറത്താ മതി, വീട് തുറന്നു കൊടുത്ത ഒരു മനുഷ്യനായിരുന്നു ഫിലോമോൻ. This is sufficient to describe. He was a man who opened his house. Hallelujah. Amen. Hallelujah. Hallelujah. വീട് തുറന്നു കൊടുത്തു. He opened his house. പലർക്കും വലിയ വീടുണ്ടെങ്കിലും അവിടെ ചില മുറികൾ ഇന്ന് വരെ ആരും കിടന്നിട്ടില്ല. Some people have big houses and there are some rooms that they have not opened in those houses. ഇന്ന് വരെ ആരും കിടക്കാത്ത റൂം ഉണ്ടെങ്കിൽ പാപമാണ്. Even if you have a room today that no one has proceeded into and it is closed, that might be a sin in your life. Am I right or not? Has that happened to you? അല്ലേ? മുറിയുടെ പർപ്പസ് എന്താ? What is the purpose of a room? ആള് കിടക്കണ്ടേ? It's for people to go in and rest. ഇനി എന്ന് കിടക്കാനാ ട്രംപ് വരുമ്പോഴാ? When will your rooms be opened? When Trump comes to your house? നിങ്ങളുടെ വീട്ടിലെ ഞാൻ നാട്ടിലെ കോണ്ടക്സ്റ്റ് പറയാം, ചില സോഫ ഇങ്ങനെ മൂടി വൃത്തിയായിട്ട് കിടക്കും 10 വർഷം കഴിഞ്ഞിട്ട്. I'll give you a context from India. Some sofas are completely covered up and they are perfect condition and they'll sit there for 10 years. ഒറ്റ കാര്യം അവതരാരും ഇരുന്നിട്ടില്ല. But the problem is not a single person has sat on the sofa. ചില പ്ലേറ്റ് എന്നെ നോക്കി ചിരിക്കാറുണ്ട്, പാസ്റ്ററെ ഒന്ന് എടുക്ക, ഇന്ന് വരെ ആരും അതിനകത്ത് കഴിച്ചിട്ടില്ല. Some plates will laugh and beg and say, Pastor, please use me today. Nobody has eaten from me until today. ഒരാള് പ്രസംഗം കേട്ടിട്ട് എന്നെ വിളിച്ചിട്ട് ആ പ്ലേറ്റ് ചോറ് തന്നു. After one person heard that message, that they gave me that plate that day. നിന്റെ വീട്ടിലെ സഭ, your house in your church in your house. ഫിലോമോൻ പറയാണ്, നീ എനിക്ക് പ്രിയനും കൂട്ടുവേലക്കാരനാണ്. And he says to Philemon, you're my beloved friend and fellow laborer. നമ്മളെല്ലാം കൂട്ടുവേലക്കാരാണ്. We are beloved friends. കൂട്ടുവേലക്കാരാണ്. We are fellow laborers. കൂട്ടുവേലക്കാർ. We are fellow laborers. ഞാൻ പ്രസംഗിക്കുന്നു. I preach. സിസ്റ്റർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. Sister is translating. ഇത് മൈക്ക് ഒരാൾ വെച്ചു. Somebody is monitoring the mics. നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ഇത് സൗണ്ട് ചെയ്യുന്ന മക്കൾ എന്ത് ചെയ്യും? The kids in the back are operating the sound. എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. ചിലർ സൗണ്ട് ചെയ്താൽ ഇടയ്ക്ക് കൂട്ടും ഇടയ്ക്ക് കുറയ്ക്കും. ഇവരെന്ത് മര്യാദയ്ക്കാണ് ചെയ്യുന്നത്? I really like your sound mixing. Some people go up and down, but you've been consistent. ശബ്ദ മേഖലയിലെ സ്ത്രീ സാന്നിധ്യം. അവരെന്ത് ഡീസന്റ് ആയിട്ടാണ് ചെയ്യുന്നത്? How decently you're mixing your sounds. നല്ല മക്കളെ, ഒരു അലമ്പും ഇല്ല, ഒരു ബഹളവും ഇല്ല. കൺഗ്രാറ്റുലേഷൻ. Congratulations. No ups and downs, no problems. Can you appreciate? Woo! അപ്പോൾ അതെല്ലാം കൂട്ടുവേലക്കാരല്ലേ? These are all fellow laborers. അല്ലേ? Amen. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. നമുക്കെല്ലാം ഒരു റോളുണ്ട്. We all have a role. ഉണ്ടെന്ന് വിശ്വസിക്കുന്ന സ്വതന്ത്രം ചെയ്തേ. Do you believe it? Can you praise God today? ഞങ്ങളുടെ ചർച്ചിൽ ഒരു അച്ചായൻ വന്നു. There is one uncle who came to our church.
എനിക്ക് എന്തെങ്കിലും ചെയ്യണം, He wanted to do something for me. എനിക്ക് എന്ത് ചെയ്യാനൊക്കും? What can I do? He I said. want to do something for the Christ. എന്തെങ്കിലും ചെയ്യണം. I want to do something for Christ, anything. ഞാൻ ചാടി ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യാൻ അറിയാം? So I asked uncle, what do you know? അച്ഛൻ പറഞ്ഞു നല്ല ചായ അടിക്കാൻ അറിയാം. He said, I can make nice chaya. ഞാൻ പറഞ്ഞു രാവിലെ നിന്നോ ചായ അടിച്ചോളാൻ പറഞ്ഞു. And he said, come in the morning and you can make chaya. രാവിലെ 6 മണിയാകുമ്പോൾ ആള് വരുമ്പോൾ പുള്ളി ഇങ്ങനെ ചായ മഴത്തേക്ക് എന്ത് ചെയ്യണം? കടുപ്പം വേണം, കടുപ്പം കുറച്ച് കാപ്പി ചായ. കണ്ടോ? Have you seen? കണ്ടോ? എന്നോ സന്തോഷം എന്നറിയാം. ഒരു മനുഷ്യൻ നിന്ന് ചായ അടിക്കുക. This uncle will make all kinds of tea, light, strong, all kinds of tea and coffee, and he will serve it for the people. ഒരു വേല ചെയ്യുക. He's doing one work. ഞാനാണ് രാവിലെ നിന്ന് 3 ചായ കുടിച്ചിട്ടാണ് കയറുന്നത്. I get into the church after drinking 3 cups of tea. അത് കുട്ടിച്ച നമുക്കൊരു ബല. There is such a strength you get from that chai. അത്ര സ്നേഹത്തിൽ ചാലിച്ചാ കൊടുക്കുന്നേ. Because he's making it with such love. അപ്പോൾ ഒരു കാര്യം ഓർത്തണം, കൂട്ടുവേലക്കാരാ. So you must remember, we are fellow laborers. എല്ലാവർക്കും ഒരു റോൾ ഉണ്ട്. Every one of us has a role. പ്രിയനും കൂട്ടുവേലക്കാരനായ ഫിലോമോൻ എന്ന നിനക്ക്, My beloved friend and fellow laborer Philemon, സഹോദരിയായ അപ്പിയയ്ക്ക്, and then to the beloved sister Apphia. സഹോദരി, Sister Apphia. സഹോദരി, Sister. സഹോദരി, Sister. സഹോദരൻ. Brother. ആ ഒരു വാക്കിന് അഡ്രസ് ചെയ്യുന്ന നോർമലി ആരാ? Who are the people generally using the words sisters and brothers? Who uses that term? Sister and brother. 2 കമ്മ്യൂണിസ്റ്റുകാർ തമ്മിൽ കണ്ട എന്താ വിളിക്കും? സഖാവ് എന്ന് വിളിക്കും. 2 ദൈവമക്കൾ തമ്മിൽ കണ്ട എന്താ വിളിക്കും? സഹോദര എന്ന് വിളിക്കും. അപ്പൊ സഹോദര എന്നുള്ളത് നമ്മുടെ വാക്കാണ്. A communist uses the term comrade, but Christians uses the term sister and brother. ഈ ബ്രദർ ആൻഡ് സിസ്റ്ററിനെക്കാട്ടും കുറച്ചുകൂടി ഇന്റിമേറ്റ് ആണ് ദ വെരി മലയാളം വേർഡ് ഫോർ ബ്രദർ ആൻഡ് സിസ്റ്റർ. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് സഹോദര. ദ വെരി മീനിങ് ഓഫ് ദാറ്റ് വേർഡ് brother or sister in Malayalam, സഹോദരൻ and സഹോദരി. The meaning is one who share the same womb. One who share the same womb. ആണോ? എന്തിനാ നമ്മൾ സഹോദരൻ വിളിക്കുക? എന്തിനാ സഹോദരൻ വിളിക്കുക? Why do we call someone sister or brother? We share the same womb. Because we share the same womb. കാൽവരിയിൽ നമ്മൾ ആ ഉദരത്തിൽ ചങ്കിന്നാണ് വന്നത്. We come from the blood and the cross of Jesus and the blood that he shed. We come from that. അതുകൊണ്ടാണ് നമ്മൾ സഹോദരൻ എന്ന് വിളിക്കുക. And that's why we call somebody brother. എല്ലാവർക്കും ആഗ്രഹമുണ്ട്, എന്ത് വേണം? Everybody has a desire. ഒരു സഹോദരൻ വേണം. I want a brother. ഒരു സഹോദരി വേണം. I want a sister. വേണ്ടേ? Do we not want that? വേണ്ടേ? Do we not want that? എൻ്റെ ഒരു സഹോദരി മരിച്ചുപോയി. I had a sister who passed away. അവളെ മരിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു കവിത വായിച്ചു. അയ്യപ്പൻ എന്ന് പറഞ്ഞ കവി എഴുതിയതാണ്. വളരെ സിമ്പിൾ ഒരു കവിതയാണ്, പക്ഷെ ഞാൻ അതിനെ ഹേർട്ട് ചെയ്തു. കവിത എഴുതിയിരിക്കുകയാണ്, ഇനിയും ഒരു ജന്മം ഉണ്ടെങ്കിൽ എനിക്കും വേണം ഒരു പെങ്ങളില്ല. 2 വരി കവിതയേ ഉള്ളൂ. ഇനിയും ഒരു ജന്മം ഉണ്ടെങ്കിൽ എനിക്കും വേണം ഒരു പെങ്ങളില്ല. കവി എഴുതാൻ കാര്യമുണ്ട്. കവി ഇങ്ങനെ ഒറ്റയ്ക്ക് ഏകാന്തപതികനാണ്, കുടിച്ച് നടന്ന കവി അയ്യപ്പൻ ഇങ്ങനെ പോകുമ്പോൾ ഒരു ഇലയിൽ ഒരു കമ്പൻ 2 ഇല കിടക്കുക. ഒന്നിങ്ങനെ പൊഴിഞ്ഞു പോയി. തൻ്റെ ജീവിതത്തെ നോക്കിയിട്ടാണ് കവി പറയുക, ഇനിയും ഒരു ജന്മം ഉണ്ടെങ്കിൽ എനിക്കും വേണം ഒരു പെങ്ങളില്ല. അപ്പം എല്ലാ മനുഷ്യനും ആഗ്രഹമുണ്ട്, ആര് വേണം? After my sister passed away, I read a poetry expressing the desire that if I have another life, I would like to have a sister. And everybody has the desire to have a sister or a brother. So God has called every one of us to become a sister and a brother to someone. To become a brother and a sister. എൻ്റെ വളർച്ചയിൽ ഞങ്ങൾ വന്നപ്പോൾ ഒത്തിരി പേര് എന്നോട് ദൂത് പറഞ്ഞിട്ടുണ്ട്, നീ ഒത്തിരി പേർക്ക് സഹോദരനാകും, ഒത്തിരി പേർക്ക് ജ്യേഷ്ഠനാകും, ഒത്തിരി പേർക്ക് അനിയനാകും, ഒത്തിരി പേർക്ക് പിതാവാകും എന്നൊക്കെ ദൈവം ദൂത് പറഞ്ഞിട്ടുണ്ട്. God has given me a prophetic word that I would be a brother, a friend, a sister, a brother, a friend, a father to many people. കാലം മുമ്പോട്ട് പോയപ്പം എവിടെയൊക്കെയോ എന്തൊക്കെയോ ആകാൻ ഇടയായിട്ടുണ്ടെന്നുള്ളത് ചെറിയ ഒരു സന്തോഷത്തോടെ ഓർക്കുക. And I'm able to remember with some joy that I have been in such roles to some people. കാലം ഒത്തിരി മുമ്പോട്ട് പോയി. And time has passed. വിവാഹം കഴിച്ചു. I was married. 3 കുഞ്ഞുങ്ങളായി. We had 3 kids. 4ാമത്തേത് കാര്യമാണ്. And the 4th was being carried. ആ സമയത്ത് at that time എൻ്റെ സഭയിൽ ഒരു സഹോദരി വന്നു. There was a sister who came to our church. അവര് മാരീഡ് ആണ്, 2 കുഞ്ഞുങ്ങൾ. She's married and she has 2 kids. അവരുടെ ഭർത്താവ് ഗൾഫിലായിരുന്നു. ആ സഹോദരിയുടെ her husband was in the Gulf. അപ്പം ഈ സഹോദരിക്ക് എന്തോ വയറ്റിലൊരു അസ്വസ്ഥത. അവരെ കൊണ്ട് ഞാൻ ഒത്തിരി ഹോസ്പിറ്റലിൽ പോയി. അന്ന് ഞാനൊരു ഫ്രീ മാനാണ്, അതുകൊണ്ട് എല്ലാവരെയും കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി. ആശ ചേച്ചിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അവസാനം എറണാകുളം വരെ ചെന്നു. അവിടെ ചെന്ന് എൻഡോസ്കോപ്പി ചെയ്തു. This sister had some stomach issues. I took her to the hospital. When they went there, they did an endoscopy. എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ എറണാകുളത്താണ്. ഡോക്ടർ പറഞ്ഞു അതിൻ്റെ റിസൾട്ട് മേടിക്കാൻ വേണ്ടി ഞങ്ങൾ ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു, ഇവരുടെ കൂടെ ആരാ ഉള്ളത്, നിങ്ങൾ ആരാണ്? When the endoscopy results were back, the doctor asked, who is with this sister?
ഞാനാണ് പറഞ്ഞു, നിങ്ങൾ ആരാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ പാസ്റ്ററാണ്. I said, I am with this sister, and the doctor said, who are you to her? And I said, I'm her pastor. പാസ്റ്റർ എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. And the doctor was not pleased when he heard the term pastor. എന്നോട് ചോദിച്ചു വേറെ ആരും ഇല്ലേ? The doctor said, is there no one else? ഞാൻ പറഞ്ഞു ഞാനേ ഇപ്പോൾ റെസ്പോൺസിബിൾ. I said, I'm the one responsible at this എനിക്ക് time. നിങ്ങളെ ഒറ്റയ്ക്ക് കാണണമെന്ന് പറഞ്ഞു. So the doctor said, I want to see you alone to the patient. ഞാൻ പറഞ്ഞു ക്യാൻസറിന്റെ 4th സ്റ്റേജാണ്. And the doctor said, this is the 4th stage of cancer. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ ചെയ്ത് ബാഗ് ഇടണം. So they said, we need to immediately operate and place a bag. അപ്പം അതിനുവേണ്ടി ഡേറ്റ് എല്ലാം കൊടുത്തു. And they gave the date for all of that. ഡേറ്റിന് കൺസെന്റ് കൊടുക്കണം. Then we need to give a consent. പാസ്റ്റർ എന്ന് കൊടുത്താൽ കൺസെന്റ് കിട്ടുമോ? Can you get the consent if you say that this is a pastor's consent? കിട്ടുമോ? എന്ത് എഴുതണം? ഒന്നീ ബ്രദർ എന്ന് എഴുതണം. എഴുതണ്ടേ? എഴുതി ബ്രദർ ഒപ്പിട്ടു. So I couldn't write the term pastor as a relationship, so I wrote the term brother as the relationship for the consent. ബ്രദർ എന്നൊക്കെ എഴുതുമ്പം അതൊരു ആരുമല്ല അവര്. The brother is a very powerful specific term there. There's no one അങ്ങനെ ആ else. ഓപ്പറേഷന് വേണ്ടി ഞങ്ങൾ പോകുന്ന ദിവസം ഒരു സംഭവം ഉണ്ടായി. So there was an event that took place on the day that we were proceeding for the ഈ സിസ്റ്ററെ operation. കൊണ്ട് പോകേണ്ട ദിവസത്തിലാണ് ബ്ലസ്സിക്ക് പിന്നെ പ്രസവ വേദന തുടങ്ങുക. On the day that I'm taking this sister to the operating theater, that was the day that my wife was going into labor. അപ്പം ബ്ലസ്സി എന്നോട് പറഞ്ഞൊരു കാര്യം ചെയ്യും, അച്ചായൻ പൊക്കോ, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ നമ്മുടെ ആരെങ്കിലും സഹോദരന്മാരെ നിർത്തിയാൽ മതി. അങ്ങനെ ഞാൻ എൻ്റെ പാസ്റ്റർ ജെയിംസ് കുറേ നമ്മുടെ സഹോദരങ്ങളെ എല്ലാം ഇവിടെ നിർത്തിയിട്ട് ഞാൻ ആ സഹോദര്യം കൊണ്ട് എറണാകുളത്തിന് പോയി. And so my wife said, this is a very important operation for this sister. You go with her. And I had some brothers and pastors, and they were all present to help my wife. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. So after the operation was done, I came back. ആ സിസ്റ്ററെ ഞാൻ ഒരു റിക്കവറി റൂമിലാക്കി എൻ്റെ ഒരു കുഞ്ഞിനെ വിളിച്ച് അവിടെ ആക്കിയിട്ട് ഞാൻ പെട്ടെന്ന് നാട്ടിൽ വന്ന് കുഞ്ഞിനെ കാണാൻ. I placed the sister in the recovery room. I put my child there with the sister, and I came back. അങ്ങനെ ആ സിസ്റ്ററെ അവിടെ ആക്കിയിട്ട് ഞാൻ നാട്ടിൽ വന്ന് കുഞ്ഞിനെ കണ്ടു. So I came, after putting that sister there, I came back and I saw my child. ബ്ലസ്സിയെ കണ്ടു. I saw my wife. അത് കഴിഞ്ഞ് എനിക്കൊരു കല്യാണത്തിൽ പ്രസംഗിക്കണം. After that, I had to go preach in a wedding. കല്യാണ പ്രസംഗം കഴിഞ്ഞാൽ പെട്ടെന്ന് ഇറങ്ങി ഇടയ്ക്ക്, കാരണം എനിക്ക് തിരിച്ച് എറണാകുളം പോകണം. Right after the labor had completed. the message. Right after the sermon had been completed in the wedding, I had to go to another place. No, I had to go back to Ernakulam to bring her back. To bring her back. അപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ ഒരു പാസ്റ്റർ ഭാര്യ ഓടി വന്നു. So then when I came down, a pastor's wife came down. എന്നോട് പറഞ്ഞു ഒരു പ്രവചനമുണ്ട്, ഒരു ദൂത് പറയാനുണ്ടെന്ന് പറഞ്ഞു. The pastor's wife said, I have a prophetic word for you. ഞാൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. So I said, what is it? എന്നോട് പറഞ്ഞു കർത്താവ് നിങ്ങൾക്ക് ഇപ്പം 4 കുഞ്ഞുങ്ങളെ തന്നു. God is going to give you 6 children. 6 പിള്ളേരെ തരുമെന്ന് പറഞ്ഞു. And the prophetic word was, God has given you 4 children, but God will also will give you eventually 6 children. എനിക്ക് ഭയങ്കര സന്തോഷമായി. I became very happy. ഞാൻ ഹോസ്പിറ്റലിൽ ഓടിച്ചെന്ന് പറഞ്ഞു ഒരു കാരണവശാലും നിർത്താൻ ഒക്കത്തില്ല, 6 പിള്ളേരെ കിട്ടുമെന്ന് പറഞ്ഞു. So I went back to the hospital and I said, we need to be in the chase for 6 children. എന്നാൽ അവൾ എന്നോട് പറഞ്ഞു എന്നെ കൊല്ലാൻ വേണ്ടി ദൂതുമായിട്ട് വന്നേക്കുവാണ്. And she said, you have come with a prophetic word to put me to death. എന്നെ കൊല്ലാൻ ദൂതുമായിട്ട് പിന്നെയും വന്നേക്കുക. You have come back with a prophetic word to put me to death. ഞാൻ പറഞ്ഞു അല്ലടി ദൂത്. അവൾ പറഞ്ഞു ദൂത്. ഏതായാലും അതൊക്കെ മറന്നു. ഞങ്ങൾ ആ സൗകര്യം കൊണ്ട് പോയി കൊണ്ടുവന്നു. പിന്നെ കീമോ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. കാരിത്താസിലാണ് ഡോക്ടർ ഗംഗാനി സാറിൻ്റെ അവിടെ നിരന്തര കീമോ. And so finally we were able to go back and bring that sister. She was able to get chemotherapy and continued in the treatments. നിരന്തര കീമോയുടെ ഒടുവിൽ കൗണ്ട് കുറഞ്ഞു. കീമോ ചെയ്യാൻ വയ്യാതായി. ദേഹമെല്ലാം നീരായി. And finally, because of the continuous chemo, all of her blood counts started to come down and she was not very well at all. ഞാൻ അടുത്ത് നിൽക്കുക. So then I sat next to her. മരണവലി എടുക്കുകയാണ്. ഈ ലാസ്റ്റ് ബ്രത്താണ്. She's drawing her final breaths. ഞാൻ ഒത്തിരി ലാസ്റ്റ് ബ്രത്ത് അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട്. I have seen many final breaths. ഞാൻ ബ്രത്ത് കണ്ടപ്പോൾ ആ ഒരു രീതി കണ്ടപ്പോൾ മനസ്സിലായി ഇവർ പെട്ടെന്ന് പെട്ടയ്ക്കുക. I understood by looking at her agonal breathing, there was something going on there. അപ്പം ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു മരിക്കുകയാണെങ്കിൽ ദൈവവരങ്ങൾ ഏൽപ്പിക്കണം, പേടിക്കരുത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ബുദ്ധിമുട്ട് കുഞ്ഞുങ്ങളെ ഓർത്തല്ലേ. ഒരു കാര്യം ചെയ്യും, ചേച്ചിക്ക് ഇഷ്ടമാണെങ്കിൽ പിള്ളേരെ എൻ്റെ കയ്യിൽ തന്നിട്ട് മരിച്ചോളാം പറഞ്ഞു. So I said to the sister, I know that you have two children that you're worried about and you are facing death. To just alleviate your burden, give your 2 children to me. ആ സഹോദരി എൻ്റെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചു. And that sister held my hand tightly. 2 തുള്ളി കണ്ണീര്. And there were 2 tears that flowed out. ആ രാത്രിയുടെ പ്രഭാതത്തിൽ അവർ മരിക്കുക. On that night, early in the hours, she began to pass away. 6 കുഞ്ഞുങ്ങൾ. And now there were 2 kids. We had 6 total. വെച്ചതൊന്നുമല്ല. Not that we gave birth to all 6, 6 കുഞ്ഞുങ്ങൾ. but we have 6 kids. അത് കഴിഞ്ഞ് അവർ 2 വർഷം ഞങ്ങളോട് ഉണ്ടായിരുന്നു. After that, those 2 kids were with us for 2 years. അത് കഴിഞ്ഞ് അവർ പോയി. അവരുടെ പപ്പ വേറെ കല്യാണം കഴിച്ചു, കുഞ്ഞുങ്ങൾ പഠിച്ചു.
പക്ഷെ അവൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പോൾ ആ പയ്യൻ ഇങ്ങനെ തിരിച്ചു വന്നു എൻ്റെ കൂടെ. After that, their father remarried, and after those 2 years, the kids were with the father, and they came back. റീസെൻ്റ്ലി അവൻ്റെ പപ്പായും മരിച്ചു. And recently, the father also passed away. അവൻ എന്നിട്ട് മൂത്ത കുഞ്ഞായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. And now he is like the eldest son in our home, and he is with me. എല്ലാവരും നോക്കും. And everybody will see. അവൻ എഞ്ചിനീയറാണ്. He's an engineer. അവൻ പോകാഞ്ഞത് ജോലി കിട്ടാഞ്ഞിട്ടല്ല, അച്ചാച്ചൻ്റെ കൂടെ ആരും ഇല്ലാത്തതുകൊണ്ട്. It's not that he hasn't left because he has not got a job, but because he wants to be with me. ജന്മം കൊടുക്കണമെന്നൊന്നുമില്ല മക്കളുണ്ടാകാൻ. It is not a mandate that you need to give birth for you to have children. കൂടെ പറക്കണമെന്നില്ല, കൂടെ പുറപ്പാകാൻ. You don't need to be born with somebody to become a sibling or a brother to someone. കൂടെ പറക്കാത്തവർക്ക് കൂടെ പുറപ്പാകുന്ന. To become a sibling to those that you were not born along with. ജന്മം കൊടുക്കാത്തവർക്ക് അമ്മയാകുന്ന. To become a mother to those that you have not labored for. ജനിക്കാത്തവർക്ക് മക്കളാകുന്ന. To become a child to those that you were not birthed by. ഒരിടമുണ്ടെങ്കിൽ അതിന്റെ പേരാ സഭ. There is only one place that has all these things. That is the church of God. അതാണ് സഭ. That is the church of God. ഞാൻ ഈ കഴിഞ്ഞ 1.5 മാസം ഭയങ്കര വേദനയിലായിരുന്നു. In the past 1.5 months, I was in a great pain. എനിക്ക് വേണ്ടി 40 ദിവസം ഉപവസിച്ച ഒരമ്മ. And there is a woman of God who fasted for me for 40 days. 21 ദിവസം ഉപവസിച്ച ഒരു കുഞ്ഞ്. And there is a child who fasted for me for 21 days. ഗൾഫിൽ ഇരുന്ന് കൊണ്ട് ഒരു നേരം ഭക്ഷണം കഴിച്ച് കടുത്ത വെയിലത്ത് ജോലി ചെയ്യുന്ന ഒരു കുഞ്ഞ്. A child who was living in the Middle East in the heat of the day, eating just one meal a day and fasting on behalf of me. ഇതിന്റെ പേരൊക്കെയാ സഭ. അതാണ് സഭ. That is what a church is. എൻ്റെ അപ്പൻ്റെ ഏറ്റവും വലിയ സങ്കടം മരിക്കുമ്പം എടാ ആളില്ല, ഞങ്ങളുടെ വീട്ടിൽ കുടുംബത്തിൽ ആൾ കുറവാണ്. When my father was passing away, there was a burden. In our family, we have very few people. ഞങ്ങളുടെ മൊത്തത്തിൽ കുടുംബത്തിൽ എണ്ണം കുറവാണ്. The total number of family members is actually quite small. അപ്പാടെ ഒരു സങ്കടമായിരുന്നു, എടാ ചത്ത ഒരു ഉമ്മ വരാൻ പോലും നമുക്കധികം ബന്ധക്കാരുന്നു. We had the burden that even if we died, there's not a single person to even kiss us goodbye. സാധാരണ ആരും മരിച്ച ബോഡിക്കൊന്നും അങ്ങനെ ഉമ്മയൊന്നും കൊടുക്കില്ല. Generally, like people don't go and give a goodbye kiss to people who are dying. പക്ഷെ എൻ്റെ അപ്പയ്ക്ക് 2 മണിക്കൂർ കൊണ്ടാണ് അന്ത്യചുംബനം തീർന്നത്. But for 2 hours. അന്ത്യചുംബനം അറിയാമല്ലോ, അന്ത്യചുംബനം തീരാൻ അവസാനം എടുത്തുകൊണ്ട് ഓടുകയായിരുന്നു. 4 മണിക്ക് തുടങ്ങിയത് 6 മണിയായിട്ടും തീരുന്നില്ല. For 2 whole hours, we were giving this goodbye kiss to the father, beginning at 4 o'clock and ending at 6 o'clock. മക്കളുണ്ടായിട്ടല്ല. Not that they had the children, that ഒത്തിരി പേരുടെ പപ്പയായതുകൊണ്ട്. because they had a spiritual connection. കണ്ണടച്ച്. Every eye closed. എന്താണ് സഭ? This is what a church is. സഭ കമ്മിറ്റിയല്ല. Church is not a committee. സഭ ബോർഡൊന്നും അല്ല. Church is not a board. സഭ ബൈലോ അല്ല. Church is not the bylaws. ബൈലോയിലൊക്കെ ഒത്തിരി കാര്യം കാണും. There are many things in the bylaws. അതൊക്കെ ടെക്നിക്ക്. That's all on that one end. അതൊക്കെ ഒരു ലീഗൽ സംഭവങ്ങൾ മാത്രമാണ്. That's all necessary and a legal aspect. പക്ഷെ അതിനപ്പുറത്താ സഭ. But a church is beyond the bylaw. കൂടെ പറക്കാത്തവർക്ക് നീ സഹോദരൻ. You are a brother to those that you were not born with. ജന്മം കൊടുക്കാത്തവർക്ക് മക്കൾ. You become children to those that have not birthed you. ജനിക്കാതെ പോയ മക്കൾക്ക് അപ്പനും അമ്മയും. To become a father and a mother to people you have not birthed. കുറെ പേർക്ക് ചേട്ടൻ. To become a brother to many. ചെറുക്കർക്ക് ചേച്ചി. For some you are a sister. അപ്പം കർത്താവ് പറയും. Then the Lord will say, തെറ്റലസ്റ്റായി. Tetelestai. നിവൃത്തിയായി. It is finished. എവിടെല്ലാം അങ്ങനെ ആകുന്നുണ്ടോ അവിടെ ഒരു ശബ്ദം ക്രൂശിലെ മുഴങ്ങും. Wherever this kind of a church exists, there the sound of the cross will resonate. തെറ്റലസ്റ്റായി. Tetelestai. നിവൃത്തിയായി. It is finished. തെറ്റലസ്റ്റായി. Tetelestai. നിവൃത്തിയായി. It is finished. തെറ്റലസ്റ്റായി. Tetelestai. കണ്ണെല്ലാം അടച്ച്. Every eye closed. തെറ്റലസ്റ്റായി. ആ ശബ്ദം ഇനി മുഴങ്ങണം ഈ ഭൂമി. That sound of Tetelestai should resonate across the globe. തെറ്റലസ്റ്റായി. Tetelestai. തെറ്റലസ്റ്റായി. Tetelestai. പ്രാർത്ഥിച്ച്.
Everybody begin to pray. അതാണോ സഭ? This is what a church is. അതല്ലേ സഭ? Is this not what a church should be? അതെവിടെല്ലാം ലൂസ് ആയിട്ടുണ്ടോ, that is not the church of God. Wherever this is not the case, that is not the church of God. അത് എവിടെ ഉണ്ടായിട്ടുണ്ടോ? Is this happening here? സ്വർഗം പറയും, Can we praise God? ഇതായിരുന്നു ക്രൂശിൽ ഞാൻ ചെയ്ത്, This is ഇതിനു what വേണ്ടിയായിരുന്നു ക്രൂശ്. He accomplished on the cross for me. ശരിക്കും കണ്ണുകളടച്ച് Every eye, please close. Everybody begin to pray. സീരിയസ് ആയി പ്രാർത്ഥിച്ചു. Everybody be serious and begin to pray.